വേറെ ആൾ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യട്ടോ. ഗുഡ് മോർണിംഗ്. പേര് പറഞ്ഞോ കേട്ടോ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രയർ പറഞ്ഞോ കേട്ടോ. ഗുഡ് മോർണിംഗ് മാം. ആരും പ്രിപ്പയർഡ് അല്ല? ഞാൻ പറയാം. പറഞ്ഞോ. ഒരു കുലമൊരു മതമൊരു ദൈവം മനുഷ്യർക്കും ഈ ലോകം, ഈ ലോകത്തിൽ ഒരു സൂര്യൻ ജീവൻ പകരാനൊരു വായു. ഒരു കുലമൊരു മതമൊരു ദൈവം മനുഷ്യർക്കും ഈ ലോകം, ഈ ലോകത്തിൽ ഒരു സൂര്യൻ ജീവൻ പകരാനൊരു വായു. അഖിലചരാചര ചൈതന്യം പല പല പേരിൽ പറയുമ്പോൾ, അഖിലചരാചര ചൈതന്യം പല പല പേരിൽ പറയുമ്പോൾ, ഈശോ ഈശ്വരനല്ലാഹു തിരുനാമത്തിൻ പര്യായം. ഈശോ ഈശ്വരനല്ലാഹു തിരുനാമത്തിൻ പര്യായം. ഒരു കുലം ഒരു മതമൊരു ദൈവം മനുഷ്യർക്കും ഈ ലോകം, ഈ ലോകത്തിൽ ഒരു സൂര്യൻ ജീവൻ പകരാനൊരു വായു. ഓക്കെ. ആദ്യ മിസ് എടുത്തൊരു ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? കംപ്ലീറ്റ് ആണോ ഇൻഡിവിജ്വൽ ഡിഫറൻസ്? അല്ല മാം. ഓക്കേടാ. ഞാനത് കംപ്ലീറ്റ് ചെയ്യാണ്. അതിൽ മിസ്സിന് ഹെൽത്ത് ഇഷ്യൂസ് ആണ്, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. മിസ്സിന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എക്സാം ആണല്ലോ, ഇന്നലെ എക്സാം നിങ്ങൾക്ക്. അതെ മാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇട്ടിട്ടില്ല ഇതുവരെ. ഏതിന്റെ ഏടാ? കുറച്ച് മാം എടുത്ത ചാപ്റ്റേഴ്സിന്റെ കുറച്ച് ഇടാനുണ്ട്. ആ, ഞാനാണോ? പറഞ്ഞോടെ ഏതൊക്കെ ചാപ്റ്റർ ആണ്? അമൃത മാം ആണ് ഇടാനുള്ളത്. നീഡ്സിന്റെ ചാപ്റ്റർ ഉണ്ട്. ഓക്കേടാ. ഇന്നലെ ഞങ്ങൾക്ക് നെറ്റ് ഇഷ്യൂ ആയിരുന്നു, ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പൊ അത് ലാസ്റ്റ് ഡേ സാറ്റർഡേ ആണെങ്കിലും ഞാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നീഡ്സും ഇട്ടിട്ടില്ല. പിന്നെ ഡെവലപ്മെന്റും. പിന്നെ മാം പിന്നെ ഇടാനുള്ളത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇടാനുണ്ട്. പിന്നെ ഫസ്റ്റ് എയ്ഡിന്റെ ചാപ്റ്റർ ഒക്കെ ഇടാനുണ്ട്. ഫസ്റ്റ് എയ്ഡ് ചാപ്റ്റർ ഇട്ടിട്ടുണ്ടല്ലോ. ഫസ്റ്റ് എയ്ഡ് ഇട്ടാ, സോറി മാം, ഫസ്റ്റ് എയ്ഡ് ഇട്ടതാ. പിന്നെ ചൈൽഡ് വെൽഫെയർ ഒന്നും കിട്ടിയിട്ടില്ല. ശരിക്കും ചൈൽഡ് വെൽഫെയർ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. അത് ഇട്ടിട്ടുണ്ട്. ഇത് രണ്ട് ചാപ്റ്റർ മാം. ഉണ്ടല്ലോ. ചാപ്റ്റർ ഉള്ളൂ മാം. നീഡ്സും മറ്റേ മോട്ടോർ ഡെവലപ്മെന്റ് ഇപ്പൊ പഠിപ്പിക്കുന്ന ചാപ്റ്റർ മാത്രമേ ഉള്ളൂ ഇടാത്തെ, ബാക്കി എല്ലാം ഇട്ടിട്ടുണ്ട്. നീഡ്സും ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റും മാത്രമായിരിക്കും വരാനുള്ളത്. ഓക്കെ. ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ മിസ് എന്തൊക്കെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ച് പറഞ്ഞു തന്നത്? ഓർമ്മയുണ്ടോ? അതിലൊരാളൊന്ന് പറഞ്ഞേ. നോ ഐഡിയ. ഓരോ അളവിൽ ഒരുപോലെയല്ല, തരത്തിൽ ഒരുപോലെയാണെങ്കിലും തരത്തിൽ വ്യത്യാസപ്പെടുന്നതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഓഫ് വൺ ഓഫ് ഡിഗ്രി ആൻഡ് നോട്ട് വൺ കൈൻഡ്. പിന്നെ പറഞ്ഞോടാ. ഓക്കെ.
ചില കാര്യങ്ങൾ നമ്മൾ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ മനുഷ്യർ പരസ്പരം സാമ്യമുള്ളവരാണെങ്കിലോ പക്ഷെ എല്ലാ കാര്യങ്ങളും അവർ ഒരുപോലെയല്ല എന്നത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വസ്തുവാണ്. ഓരോ ഇൻഡിവിജ്വൽസും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. രണ്ട് വ്യക്തികളും സെയിം അല്ല. ഒരേപോലെയുള്ള ഇരട്ടകൾ പോലും അവരുടെ എന്താ പറയാ ഹാബിറ്റ്സ്, ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മേ ബി എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഡിഫറൻസ് നമ്മൾ കാണാൻ പറ്റും. വ്യക്തികളുടെ ബുദ്ധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫിസിക്കൽ ഡിഫറൻസ്, മെന്റൽ ഡിഫറൻസ്, ഇമോഷണൽ ഡിഫറൻസ്, സൈക്കോമോട്ടോർ ഡിഫറൻസ്, ഇൻ അച്ചീവ്മെന്റ്സിലാവട്ടെ ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്, സ്കിൽസ്, ലേണിംഗ് ഡിഫറൻസ്, പഠിക്കാനുള്ള കഴിവ്. ഒരു കുട്ടിക്ക് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യും. ഒരു കുട്ടിക്ക് ചിലപ്പോൾ അത് റീഡ് ചെയ്ത് വീണ്ടും റീഡ് ചെയ്ത് വേണമെങ്കിൽ റൈറ്റ് ചെയ്ത് നോക്കി വീണ്ടും അത് പഠിച്ചാലായിരിക്കും ആ ഒരു കാര്യം ആ കുട്ടിക്ക് ക്യാച്ച് ചെയ്യണമെങ്കിൽ. സോ നമ്മളെ സംബന്ധിച്ച് ഓരോ ഇൻഡിവിജ്വൽസും എന്താണ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ്, ബിലീഫ്സ് ആൻഡ് ഒപ്പീനിയൻ. ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ്സിൽ, പെരുമാറ്റത്തിൽ, അതേപോലെ ബിലീഫ്സിൽ, വിശ്വാസങ്ങള്, അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ എന്താണ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതിൽ ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഹ്യൂമൻ ബീങ്സ് ആർ ഫൗണ്ട് ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ. നമ്മൾ ഓരോ വ്യക്തിനെയും എടുക്കുകയാണെങ്കിൽ ഓരോ വ്യക്തികളും ഡിഫറെന്റ് ആണ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ 2 കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ ആ 2 കുട്ടികളും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ക്യാരക്ടർ വൈസും ഇൻട്രസ്റ്റ് വൈസ് ആയാലും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാ കുട്ടികളും ഡിഫറെന്റ് ആണ്, ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ് എന്നൊരു അസംപ്ഷൻ ആയിരിക്കും നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാല് മേ ബി എല്ലാവർക്കും അവരുടേതായ കഴിവുകളും അവരുടേതായ എബിലിറ്റീസും ഉണ്ട്. അത് വിശ്വസിക്കുക. എന്നിട്ട് അവരുടെ ലെവലിലേക്ക് നമ്മൾ ചെല്ലാം. among themselves in the following dimensions. താഴെ പറയുന്ന ഡയമെൻഷൻസിൽ നമുക്ക് ഇൻഡിവിജ്വൽസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇനി ഡിഫറൻസ് ഇൻ ഫിസിക്കൽ ട്രെറ്റ്സ് ആണ് കേട്ടോ. നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസ്, നമ്മുടെ ക്വാളിറ്റീസിലൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് വ്യത്യാസം എന്ന് നോക്കാം. ഇൻഡിവിജ്വൽസ് വേരി ഇൻ ഹൈറ്റ്സ്. ഓരോ ഏജിലുള്ള എന്താ പറയാ കുട്ടികൾക്ക് ഡിഫറെന്റ് ഹൈറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു കുട്ടിക്ക് നല്ല ഹൈറ്റ് ഉണ്ടാവും, ചിലപ്പോ ആ കുട്ടിക്ക് ഹൈറ്റ് കുറവായിരിക്കും. മേ ബി ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഒക്കെ കാരണമായിരിക്കാം. ദെൻ വെയിറ്റ്. സെയിം ഏജിലുള്ള 2 കുട്ടികളെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി ഗേൾസിനെയും ബോയ്സിനും എടുത്ത് അതിലും വ്യത്യാസം ഉണ്ടാവും. കളർ ഓഫ് ദ സ്കിൻ, കളർ ഓഫ് ദ ഐസ്, ഹെയർ, ഇതിലൊക്കെ എന്താണ് വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ചില കുട്ടികളുടെ ഹാൻഡ് ഭയങ്കരമായിട്ട് നീണ്ട ഹാൻഡ് ആയിരിക്കും, ചിലവരുടെ ചെറിയ ഹാൻഡ് ആയിരിക്കും. സൈസ് ഓഫ് ദ ഹാൻഡ്, സൈസ് ഓഫ് ദ മൗത്ത്, നോസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മാനറിസം ഓഫ് സ്പീച്ച് ആൻഡ് വോക്ക്, ഹെയർ സ്റ്റൈൽ. ഇതൊക്കെ എന്തായാലും എങ്ങനെയാണ് നമ്മൾ ഫിസിക്കലി നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തിയെ നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ മേ ബി എന്താ പറയാ ഒരു 2 ചേച്ചി അനിയത്തിനെ എടുക്കാം. ഒരു ചേച്ചിയും ഒരു അനിയത്തി രണ്ടുപേരെയും നമ്മൾ നോക്കുമ്പോൾ രണ്ടുപേരിലും എന്തെല്ലാം ഡിഫറൻസ് ആണ് നമുക്ക് പെട്ടെന്ന് ഫിസിക്കൽ ഫാക്ടേഴ്സ് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ തന്നെയാണെങ്കിൽ അവരുടെ ഹൈറ്റ് സെയിം ഏജിലുള്ള കുട്ടികളായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ 3 വയസ്സുള്ളൊരു ആൺകുട്ടിയുടെ ഹൈറ്റ് ആയിരിക്കില്ല 3 വയസ്സുള്ളൊരു പെൺകുട്ടിയുടെ ഹൈറ്റ്. വെയിറ്റിലും വ്യത്യാസം ഉണ്ടാവും. ആൺകുട്ടികൾക്ക് സാധാരണ വെയിറ്റ് കൂടുതലായിരിക്കും, പെൺകുട്ടികൾക്ക് കമ്പാരിറ്റീവ്ലി വെയിറ്റ് കുറവായിരിക്കും. കളർ ഓഫ് സ്കിന്ന് മേ ബി ഓരോ കുട്ടികളുടെയും എന്താ പറയാ സ്കിന്നിന്റെ കളറും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. കളർ ഓഫ് ഐസ്, നമ്മൾ സാധാരണ ചില കുട്ടികളെ കണ്ടിട്ടുള്ളൂ നല്ല പൂച്ചക്കണ്ടായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്, പക്ഷെ രാത്രി കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും. അപ്പൊ കളർ ഓഫ് ഐസ്, ഞാൻ പഠിക്കുമ്പോ എന്റെ ജൂനിയർ ആയിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങാനും രാത്രിയാണ് കാണുന്നത് പേടിച്ചു പോകും. അതേപോലെ ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു പ്രത്യേക വൈറ്റ് ആണോ ബ്ലൂ ആണോ നമ്മുടെ അത്രയും ഭയങ്കരമായിട്ടൊരു കണ്ണായിരുന്നു. ആ ലെൻസ്, ആ ഒരു കളറ്. അപ്പൊ അവളുടെ ചേച്ചി ഞങ്ങളോടൊപ്പം പഠിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെയായിരുന്നു. പക്ഷെ അവൾക്ക് ആ ഒരു പ്രശ്നമില്ല, അവളുടെ കണ്ണ് നോർമലാണ്. പക്ഷെ ഈ കുട്ടിയുടെ കണ്ണിന് എന്തോ ആ ഒരു കളറ് അത് എല്ലാവർക്കും എനിക്കൊക്കെ നോക്കുമ്പോ ആദ്യമൊക്കെ നോക്കുമ്പോ അഡ്ജസ്റ്റബിൾ അല്ലായിരുന്നു, പിന്നെ നോർമലായി. പിന്നെ ഹെയറിന്റെ കാര്യം, ചില കുട്ടികൾക്ക് ഇങ്ങനെയായിരിക്കും സ്ട്രെയിറ്റ് ഹെയർ ആയിരിക്കും അല്ലെ, സ്ട്രെയിറ്റ് ഹെയർ. ചിലർക്ക് ഇങ്ങനെയായിരിക്കും നല്ല എന്താ പറയാ ചുരുണ്ട മുടിയായിരിക്കും അല്ലെ. അപ്പൊ ഹെയറിന്റെ കാര്യത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സൈസ് ഓഫ് ദ മൗത്ത്, ചിലവർക്ക് മൗത്തിന്റെ സൈസ് ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെയായിരിക്കും, ചിലവർക്ക് ചെറുതായിരിക്കും. നോസിന്റെ കാര്യമാണെങ്കിൽ എന്താ പറയാ ചിലവർക്ക് നല്ല നോസ് ആയിരിക്കും, ചിലർക്ക് എന്നെ പോലത്തെ ചപ്പി നോസ് ആയിരിക്കും. ഓക്കെ, ഫേഷ്യൽ എക്സ്പ്രഷന്റെ കാര്യത്തിൽ ചിലവർ കുറച്ചും കൂടി എക്സ്പ്രസീവ് ആയിരിക്കും, കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ചിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി എക്സ്പ്രസീവ് ആണ്, ഫേസിൽ ആ ഒരു എക്സ്പ്രഷൻ കൊണ്ടുവരാനായിട്ട് നോക്കും. അതേപോലെ തന്നെ മാനറിസം ഓഫ് സ്പീച്ച്, സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ മാനറിസം അത് വ്യത്യാസമായിരിക്കും, നടക്കുന്ന സ്റ്റൈല് വ്യത്യാസമായിരിക്കും.
ഹെയർ സ്റ്റൈൽ വ്യത്യാസമായിരിക്കും. ഇതെല്ലാം നമുക്കൊരു ഫിസിക്കൽ ട്രെഡ്സ്, ഇപ്പൊ ആളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്താണ് മെന്റൽ ഡിഫറൻസ്. നമ്മൾ ഓരോ കുട്ടികളെയും എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ക്ലാസ്സിൽ തന്നെ 2 കുട്ടികളെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി നന്നായിട്ട് പഠിക്കായിരിക്കും, നല്ല മാർക്ക് സ്കോർ ചെയ്യായിരിക്കും. പക്ഷെ മറ്റൊരു കുട്ടി അത്യാവശ്യം വീക്കാണ്, എന്നാലും അവന് ഒത്തിരി വീക്കല്ല തന്നെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IQ ലെവൽ ഡിഫറെന്റ് ആയിരിക്കും. ഓരോ കുട്ടികളുടെയും IQ ലെവൽ എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കുട്ടികൾക്കും അവരുടേതായ ലെവൽ ഓഫ് IQ ഉണ്ട്, അല്ലെങ്കിൽ നോളജ് ആൻഡ് ഇമാജിനേഷൻ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ലേണിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. എന്നാലും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ടെങ്കിലും 10 കുട്ടികളുടെ IQ ലെവൽ എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് അപ്പൊ എന്താ പറയാ, ഏറ്റവും വീക്ക് ആയിട്ട് കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ക്ലാസ് എടുക്കാനായിട്ട്. നമ്മൾ അത്രയും ഒരു നോർമൽ ആയിട്ടുള്ള ലെവലിൽ വേണം ക്ലാസ് എടുക്കാൻ. ഇത്തിരി ഹൈയിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചിലപ്പോൾ അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരു കുട്ടിക്ക് മാത്രം, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് മാത്രം അത് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ് എടുക്കാനായിട്ട് നോക്കണം. ഓക്കെ. ഇന്റലിജൻസ്, എബിലിറ്റി എന്ന് പറയുന്നത്, കപ്പാസിറ്റി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ചില കുട്ടികൾ നന്നായിട്ട് പഠിക്കും. നന്നായിട്ട് പഠിക്കുന്ന വെച്ചാൽ അവർക്ക് ആ ഒരു എബിലിറ്റി ഉണ്ട്, പക്ഷെ അവന്റെ അതേ ഏജിലുള്ള അല്ലെങ്കിൽ അവന്റെ അതേ ക്ലാസ്സിലുള്ള അവന്റെ അതേ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കുട്ടിക്കും അതേ ഒരു എബിലിറ്റി ഉണ്ടാവണമെന്ന് ഇല്ല. ഓക്കെ. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം സ്ഥിരമായിട്ട് ഒരു പരാതി കേട്ടേണ്, ഒരു കുട്ടിയുടെ പരാതി കേട്ടേണ്. കുട്ടിയുടെ അല്ല, അമ്മയുടെ പരാതിയാണ്. അമ്മ പറയാണ്, എന്താണ്, അവരുടെ മോൻ എവിടെയാണ്, ഞങ്ങള് സ്കൂൾ ക്ലാസ്സിലാണ്, 2nd സ്റ്റാൻഡേർഡ് എങ്ങാണ്ടോ പഠിക്കണെന്ന് തോന്നുന്നുണ്ട്. 2nd സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ ക്ലാസ്സിലെ ഫസ്റ്റ് ആയിട്ടുള്ള കുട്ടി എന്ന് പറയുന്നത് ഇവരുടെ തൊട്ട് എന്താ പറയാ നൈബർഹുഡിലുള്ള കുട്ടിയാണ്, അയൽപക്കത്തുള്ള കുട്ടിയാണ്. ഇവരുടെ അത്രയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും ഇല്ല. എന്നിരുന്നാലും ആ കുട്ടി നന്നായിട്ട് പഠിക്കും. ക്ലാസ് ഫസ്റ്റ് എന്നല്ല, ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന ആ കുട്ടി നന്നായിട്ട് പഠിക്കും, നല്ല മാർക്കും ഉണ്ട്. അപ്പൊ ആള് സെക്കൻഡ് വന്ന കുട്ടിയുടെ അമ്മ ചോദിക്കുകയാണ്, മിസ്സേ, ഞാൻ എന്റെ മോന് ഇവിടെയാണ് പഠിക്കുന്നത്, എന്റെ മോൻ പഠിക്കുന്നത് ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് അവൻ പഠിക്കുന്ന അതേ ട്യൂഷനാണ് പോകുന്നത്. അവൻ ഇത്രയും സമയം വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ട്, എന്നിട്ടും എന്താണ് എന്റെ മോന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തത്? ഞാൻ വിചാരിച്ചു ഇത് എന്താണ് എന്നോട് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. കാരണം ഓരോ കുട്ടികളുടെയും IQ ലെവൽ എന്ന് പറയുന്നത് വേരി ചെയ്യുന്നുണ്ട്, ഡിഫറൻസ് ഉണ്ട്. കാരണം അവരുടേതായ ഒരു കഴിവില്ല, അല്ലെങ്കിൽ അവരുടേതായ ഒരു എബിലിറ്റിയിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട്. ഒത്തിരി മാർക്ക് കുറവൊന്നല്ല കേട്ടോ, ജസ്റ്റ് എന്തൊരു 2 or 4 മാർക്സിന്റെ കുറവുകൊണ്ടാണ് ആ ഒരു ക്ലാസ് ഫസ്റ്റ് വന്നത്. പക്ഷെ ആ അമ്മനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറഞ്ഞു നിൽക്കാനായിട്ട് പറ്റില്ല. കാരണം അവരുടെ ഒരു ഡിമാൻഡിങ് ആണ്, എന്റെ മോൾ എന്നേക്കാളും കൂടുതൽ മാർക്ക് വേണം എന്നുള്ളൊരു ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു വോയിസ് ആയിരുന്നു. മേ ബി അത് മാറിയിട്ടുണ്ടാവണം, നോക്കാം. മെന്റൽ ഡിഫറൻസ് ആണ്. പീപ്പിൾ ഡിഫറൻസ് ഇൻ individuals abilities and capabilities such as reasoning and thinking power, imagination, creative expression, concentration, etc. ഓരോ കുട്ടികളിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒരു കുട്ടിയുടെ ബുദ്ധിവികാസം, ആ കുട്ടിയുടെ കാപ്പബിലിറ്റീസ്, കാര്യങ്ങളെ വിശകലനം ചെയ്യാനും അവന്റെ ചിന്തിക്കുന്ന ആ ഒരു പവറും, ഇമാജിനേഷൻ. ചില കുട്ടികൾ ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ട് കഥകളൊക്കെ പറഞ്ഞുതരും, ചിലർ ക്രിയേറ്റീവ് ആയിട്ട് എക്സ്പ്രഷൻസ് തരും. കോൺസെൻട്രേഷൻ ലെവൽ, ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതേ പ്രായത്തിലുള്ള കുട്ടിക്ക് അയാൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. മേ ബി ആ കുട്ടി ഡീവിയേറ്റഡ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പീപ്പിൾ ഡിഫറെന്റ് ഇൻ ദർ നോർമൽ ഇന്റലിജൻസ് ഓൺ ദ ബേസ് ഓഫ് ദർ IQ ഡിഫറൻസ്. ഓരോ കുട്ടികളും അവരുടെ നോർമൽ ഇന്റലിജൻസ് അതെങ്ങനെ ഡിഫറെന്റ് ആവുന്നത്, അവരുടെ IQ ലെവലിനനുസരിച്ചാണ്. ഓക്കെ ട്ടാ. ഓരോ കുട്ടികളും എന്താണ് എൻറ്റയർലി ഡിഫറെന്റ് ആകുന്നത് എങ്ങനെയാണ്, അവർ IQ ലെവലിനനുസരിച്ചിട്ടാണ്. IQ ലെവലിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണമാണ് നമ്മൾ കുട്ടികളെ മേ ബി ദേ ആർ നോർമലി ക്ലാസിഫൈഡ് ആസ് ഇഡിയറ്റ്, ഇംബെസിൽ, മോറൻ, ബോർഡർ ലൈൻ, വെരി സുപ്പീരിയർ, ജീനിയസ്, അങ്ങനെയൊക്കെ ആയിട്ട് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആരെങ്കിലും ഒരാൾ വായിക്കോ മെന്റൽ ഡിഫറൻസ്? ഞാൻ വായിക്കാം. ആര്യ വായിക്കണം. ഏതാ, മെന്റൽ ഡിഫറൻസ് ആണോ അതോ താഴെയുള്ളതാണോ? മെന്റൽ ഡിഫറൻസ്. ഓക്കെ മാം. Mental difference. People differ in intellectual abilities and capacities such as reasoning and talking power, imagination, creative expression, concentration, etc. People differ in their normal
intelligent on the basis of their IQ difference. They are the normally classified as added imbecile, moron, border line, very superior, and genius. ജീനിയസ്. ഓക്കെ, നമ്മള് കുട്ടികളെ അവരുടെ IQ ലെവലിനനുസരിച്ച് നമ്മള് എത്രയായിട്ടാണ് ആറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലെവലുകളൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി നമ്മളുടെ മോട്ടോർ എബിലിറ്റി, കുട്ടികൾക്ക് എല്ലാവർക്കും ഓരോ പോലെ ആയിരിക്കും മോട്ടോർ എബിലിറ്റി. ജസ്റ്റ് ഒരു കമ്പയർ ചെയ്യും, ഗേൾസ് ബോയ്സിന്റെ എടുക്കുക, ആർക്കായിരിക്കും മോട്ടോർ എബിലിറ്റി കൂടുതൽ? എന്താണ്? ഗേൾസിനല്ലേ? മോട്ടോർ എബിലിറ്റി ഗേൾസിനാണ് കൂടുതൽ. ബോയ്സ് അല്ലേ മിസ്സേ? ബോയ്സിനല്ലേ? എടുത്ത് ചാടാൻ പറഞ്ഞാണെങ്കിൽ മാറി നിൽക്കും. ആൺകുട്ടികളാണെങ്കിൽ അമ്മ അതിൽ എപ്പോ ചാടി ചോദിച്ചാൽ മതി. ആൺകുട്ടികൾക്കാണ് ബോയ്സിനാണ്. ഫിസിക്കൽ ആൻഡ് മോട്ടോർ എബിലിറ്റി ആർക്ക് കൂടുതൽ? ഏറ്റവും കൂടുതൽ ബോയ്സിനാണ്. നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസും ഡിഫറെന്റ് ആണെന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് ആർക്കാണ് മോട്ടോർ എബിലിറ്റി കൂടുതൽ എന്നുള്ളത്. ബോയ്സിനാണ്. ഈ ആൺകുട്ടികളെ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഓരോരുത്തരുടെയും മോട്ടോർ എബിലിറ്റീസ് ഡിഫറെന്റ് ആയിരിക്കും, മെന്റാലി ഡിഫറെന്റ് ആയിരിക്കും. ചില കുട്ടികളുടെ റിയാക്ഷൻ സ്റ്റൈൽ, ചിലപ്പോൾ ഒരു ബോൾ അടുത്തേക്ക് കൂടി ഇങ്ങനെ പാസ് ചെയ്ത് അവന്റെ അടുത്തേക്ക് വരാന്ന് വിചാരിക്കും, ശരിക്കും എന്റെ മുഖത്തേക്ക് അടിക്കും. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യും, അത് വന്നേക്കാളും മുമ്പ് അത് കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യുന്നു, പിടിക്കുന്നതായിട്ട്. അവർക്ക് മോട്ടോർ എബിലിറ്റി കൂടുതലായിരിക്കും. സ്റ്റെഡിനെസ്, അത് കാര്യങ്ങൾ ചെയ്യാനുള്ള അതൊരു ഉന്മേഷവും കാര്യങ്ങളും ഉറപ്പോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മസ്കുലർ മൂവ്മെന്റ്സിന്റെ റേറ്റ്, ചില കുട്ടികൾ നല്ല രീതിയിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് കാര്യങ്ങളൊക്കെ ചെയ്യും. റെസിസ്റ്റൻസ് ടു ടയർഡ്നെസ് എന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് ടയേർഡ് ആവും. ചില കുട്ടികൾ അങ്ങനെ ആയിരിക്കില്ല, ആക്റ്റീവ് ആയിട്ട് എത്ര കാര്യങ്ങൾ ചെയ്താലും അവര് ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കും. എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് മോട്ടോർ എബിലിറ്റീസ് കൂടുതലുള്ളത് ബോയ്സിനാണ്. കാരണം അവരുടെ ഒരു ഫിസിക്കൽ നേച്ചർ അനുസരിച്ച് അവർക്കാണ് ആ ഒരു മോട്ടോർ എബിലിറ്റീസ് കൂടുതലായിട്ട് ഞാൻ കണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റി കേട്ടോ. കുട്ടികളിലെ മോട്ടോർ എബിലിറ്റീസിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതാരാ വായിക്കുന്നേ? വായിച്ചോ കേട്ടോ. Difference in motor ability. Individual differences can be observed in motor abilities such as reaction time, steadiness, rate of muscular movement, resistance to tiredness, etc. ഓക്കെ കേട്ടോ. അപ്പൊ മോട്ടോർ എബിലിറ്റീസിലും എന്തുണ്ട്, ഓരോ കുട്ടികളും എൻറ്റയർലി ഡിഫറെന്റ് ആണ് കേട്ടോ. ഇനി ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ചിലപ്പോ ചില കുട്ടികളിൽ ഉള്ള ഇൻട്രസ്റ്റ് ചിലവർക്ക് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ചില കുട്ടികൾക്ക് നന്നായിട്ട് പാട്ട് പാടാനായിരിക്കും ഇൻട്രസ്റ്റ് ഉള്ളത്, ചിലവർക്ക് ഇങ്ങനെയായിരിക്കും ഡാൻസ് ചെയ്യാനായിരിക്കും ഇൻട്രസ്റ്റ്. ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ കുട്ടികളുടെ ഇൻട്രസ്റ്റ്, ടേസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ എന്നൊന്ന് ആലോചിച്ചൊക്കെ ടേസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഫുഡിന്റെ കാര്യം കേട്ടോ. വീട്ടില് 2 മക്കളുണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 4 ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ വീട്ടില് 4 പേരുടെയും ടേസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? Yes. അപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 4 പേരുടെയും ടേസ്റ്റ് എങ്ങനെയായിരിക്കും? എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇൻട്രസ്റ്റുകൾ ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു കുട്ടിക്ക് സ്പോർട്സിനോടാണെങ്കിൽ ഇൻട്രസ്റ്റ് എങ്കിൽ ഒരു കുട്ടിക്ക് ആർട്സിനോടായിരിക്കും ഇൻട്രസ്റ്റ്. ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും എന്നെ പോലെ. അപ്പൊ ഓരോരുത്തർക്കും എന്താണ് ഇൻട്രസ്റ്റുകളും ടേസ്റ്റുകളൊക്കെ എന്താണ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. പീപ്പിൾസ് വേരി ഇൻ ദർ ടേസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ്. ഓരോ വ്യക്തികളിലും അവരില് ഇൻട്രസ്റ്റും ടേസ്റ്റും എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ മേ ബി ചില കുട്ടികളില്ലേ, ഒത്തിരി ഇപ്പൊ നമ്മളുടെയൊക്കെ പ്രായത്തിലുള്ള കുട്ടികൾ, നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള കുട്ടികൾ മേ ബി അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് എന്താ പറയാ ഡാൻസിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഡാൻസ് പെർഫോമൻസ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് അവരുടെ ഏജിനേക്കാളും അവർക്ക് ആ ഒരു കാര്യത്തിനോട് വളരെയധികം എന്തുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരോട് മീറ്റ് ചെയ്യുന്നതും ട്രാവൽ ചെയ്യുന്നതും പിന്നെ ചില ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്നതും. ചിലവർക്കാണെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. സോഷ്യൽ മീറ്റിംഗ്സ് ചിലവര് അവോയ്ഡ് ചെയ്യും. ചിലവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഇങ്ങനെ
നമ്മളിപ്പോ എന്താ പറയാ ഒരു മീറ്റിങ്ങും കാര്യങ്ങളിലൊക്കെ എൻഗേജ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഓരോ വ്യക്തികളും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവരുടെ ഇൻട്രസ്റ്റും ആറ്റിറ്റ്യൂഡും എങ്ങനെയാണ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. നമ്മളൊരു ക്ലാസ് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു കുട്ടി ഒരു 3-4 കുട്ടികൾ ഒരുമിച്ച് ഗ്യാങ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. മറ്റൊരു കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കായിരിക്കും. ചിലപ്പോൾ അവന് ഇഷ്ടം ആ ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും, ബാക്കിയുള്ളവർക്ക് ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് ഇരിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോ കുട്ടിയുടെ ഇൻട്രസ്റ്റും ആറ്റിറ്റ്യൂഡും ഒക്കെ എന്താണ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓരോ വ്യക്തികളും എന്താണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ടേസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് എന്താണ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ചില കുട്ടികളിൽ മറ്റുള്ളവരെ മീറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കാനും താല്പര്യമാണെങ്കിൽ ചിലവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ചിലർ ഉൾവലിഞ്ഞ പ്രകൃതമായിരിക്കും. ചിലർക്ക് മാരേജ്, സാധാരണ എക്സാമ്പിൾ പറയാം, ഒരു വീട്ടിൽ ഒരു പെൺകൊച്ചും ആൺകൊച്ചും ഉണ്ടെങ്കിൽ ആൺകൊച്ചിനോട് നമുക്കൊന്ന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, മാരേജ് ഫംഗ്ഷൻ ആണ്, അതിന് പോവാന്ന് പറഞ്ഞാൽ, പക്ഷെ പെൺകുട്ടിനോട് പറയണേ മാരേജ് ഫംഗ്ഷൻ ഉണ്ട് വരുമോന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പെൺകുട്ടി വരും. അവർക്ക് ആ ഒരു കാര്യത്തിനോട് ഇൻട്രസ്റ്റ് ആണ്, നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഒരുങ്ങി പോകാനായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ആണ്. ആൺകുട്ടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ വരണമെന്നൊന്നുമില്ല, അവൻ അത്ര ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാറില്ല. അപ്പൊ ഒരു ഫാമിലിയിലെ തന്നെ 2 കുട്ടികളെ നമ്മൾ കമ്പയർ ചെയ്താലും ഇന്റർലി എങ്ങനെയാണ് അവരുടെ ഇൻട്രസ്റ്റും ആറ്റിറ്റ്യൂഡും ഡിഫറെന്റ് ആണ്. ഇപ്പൊ അമ്മമാരായവർക്ക് ശരിക്കും അറിയാൻ പറ്റും 2 കുട്ടികൾ ഇന്റർലി 2 ടേസ്റ്റ് ആയിരിക്കും. ഫുഡിന്റെ കാര്യത്തിൽ എക്സാമ്പിൾ എടുക്കാം. ഫുഡിന്റെ കാര്യത്തിൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 2 കുട്ടികളുടെയും ടേസ്റ്റ് ഇന്റർലി ഡിഫറെന്റ് ആണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് 2 മക്കളാണ്. എന്ന് വെച്ചാല് 2 പേരുടെയും ടേസ്റ്റിന്റെ കാര്യം ഇന്റർലി ഡിഫറെന്റ് ആണ്. മോള് എന്റെ ടേസ്റ്റ് ആണ്. വെച്ചാൽ അധികം എരിവൊന്നും കഴിക്കില്ല, സാധാരണ നോർമൽ ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്. കാരണം അധികം നോർമലായിട്ട് സാധാരണ എന്താണ് എരിവ് കുറച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത്. പക്ഷെ മോൻ എന്ന് പറയുന്നത് എന്റർലി ഓപ്പോസിറ്റ് ആണ്, ഹസ്ബൻഡിന്റെ ടേസ്റ്റ് ആണ്. ശരിക്കും ഹസ്ബൻഡ് നല്ല എരിവുള്ള ഭക്ഷണങ്ങൾ അങ്ങനെ കഴിക്കുന്നത്, നല്ല എല്ലാ മസാലയൊക്കെ കൂട്ടിയാണ് കഴിക്കും. അപ്പൊ അവൻ കഴിക്കുന്നത് ഹസ്ബൻഡിനെ പോലെയാണ്, പക്ഷെ ആ ഒരു ടേസ്റ്റ് ആണ്. 2 ഫാമിലിയിൽ 2 കുട്ടികൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ടേസ്റ്റിൽ വരുന്ന വ്യത്യാസമാണ്. പിന്നെന്താണ്, ആൺകുട്ടി ആയതുകൊണ്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ എന്താണ് അവന് കളിക്കാൻ ഫുട്ബോൾ, ബോള്, ക്രിക്കറ്റ് ഒക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും മോൾക്കാണെങ്കിൽ അത്ര അങ്ങനത്തെ ഇഷ്ടങ്ങളൊന്നുമില്ല. അവർക്ക് ചിലയിടത്ത് എന്താ പറയാ അടങ്ങി ഒതുങ്ങി ഇരിക്കാനാ താല്പര്യം. വല്ല വരച്ചുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കളികളൊക്കെ കളിക്കാനോ അവർക്ക് ഇഷ്ടം. അല്ലാണ്ട് ഇങ്ങനെ ഒത്തിരി ആക്റ്റീവായിട്ട് കളിക്കുന്നത് ഇഷ്ടമല്ലായിരിക്കും. സാധാരണ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പെൺകുട്ടികളാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇരുന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്ന് കളിക്കും. ആൺകുട്ടികൾ പക്ഷെ എന്തെല്ലാം ഡിഫറെന്റ് ആണ്. ഞാനിപ്പോ പഴയ കാര്യമുണ്ട് പറഞ്ഞത്, ഇനി മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ആണ് പറയുന്നത്. ആരാത് വായിക്കുന്നേ? ഞാൻ വായിക്കുന്നു. ഓക്കെ, ഫാത്തിമ. Difference in interest and aptitude. People vary in their taste and interest. Some show interest in meeting people, functions, and are very interested in group activities. Others feel happy in loneliness and avoid social meetings. The same way, people are found to have different aptitudes. Some have mechanical aptitude, scholastic, musical, or artistic aptitude. ഓക്കെ, ചിലവർക്ക് മെക്കാനിക്കൽ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മെക്കാനിക്കലി ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചിലവർക്ക് പഠിക്കുന്ന കാര്യത്തിൽ മാത്രമായിരിക്കും താല്പര്യം. ചില കുട്ടികൾക്ക് മ്യൂസിക്കൽ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ചിലവർക്ക് കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. എൻറ്റയർലി ഓരോ കുട്ടിയുടെയും ഇൻട്രസ്റ്റ് നമ്മൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യാനായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. കാരണം അവരുടെ പാഷൻ എന്താണെന്ന് നമ്മൾ ചെറുപ്പത്തിലേ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യിപ്പിക്കുക. ഇൻ ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ്സ്, നേരത്തെ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ്സും ഇത് ആപ്റ്റിറ്റ്യൂഡ്സ് ആണ് കേട്ടോ. നോക്കാം, ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ബിലീഫ്സിലുണ്ട് ഇല്ലേ. നമ്മുടെ വിശ്വാസങ്ങൾ ഇന്റർലി ഡിഫറെന്റ് ആണ് അല്ലെ. ചില വ്യക്തികൾ കാസ്റ്റ് ബേസ് ആയിട്ട് പറയണല്ല, ബിലീഫ്സുകളാണ്, ഓരോരുത്തരുടെയും വിശ്വാസങ്ങളാണ്. അത് ഇന്റർലി ഡിഫറെന്റ് ഉണ്ട്. ദൈവത്തെ വിശ്വസിക്കുന്നവരുണ്ട്, ദൈവത്തെ വിശ്വസിക്കാത്തവരുണ്ട്. ഇനി എന്താ പറയാ, കാസ്റ്റ് വൈസ് ആണെങ്കിൽ ഓരോരുത്തരുടെയും മതവിശ്വാസങ്ങളും ഡിഫറെന്റ് ആണ്, ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് ഡിഫറെന്റ് ആണ്. ഐഡിയാസ് ഓഫ് പീപ്പിൾസ്, ഓരോ വ്യക്തിയുടെയും ചിന്തകളും എന്താണ് എന്റർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഡിഫറെന്റ് പീപ്പിൾസ്, ഗ്രൂപ്പ്, ഒബ്ജക്ട്. പിന്നെ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്സ് എക്സാമ്പിൾ പറയാം. ചിലവർ എന്തായിരിക്കും, അവർക്ക് ഇന്ന പാർട്ടിനോടായിരിക്കും ഇഷ്ടം, ചിലവർക്ക് മറ്റൊരു പാർട്ടിനോടായിരിക്കും ഇഷ്ടം. റിലീജിയസ് ആയിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇന്ന ഒരു റിലീജിയനോടായിരിക്കും അവർക്ക് താല്പര്യം. മറ്റു കുട്ടികൾക്ക് അവരുടെ ഒരു റിലീജിയനോടായിരിക്കും താല്പര്യം. അവർ ഏത് റിലീജിയനിലാണോ വളർന്നു വരുന്നത് അത് അവരെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചിലർക്ക് ഒട്ടും വിശ്വാസം ഇല്ലാത്തൊരു കാറ്റഗറി ഉണ്ടാവാറുണ്ട്. അപ്പൊ ഓരോ ഇൻഡിവിജ്വലിന്റെയും ആറ്റിറ്റ്യൂഡ്സിലും എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട് കേട്ടോ. വായിച്ചോട്ടോ, ആരാ വായിക്കുന്നേ? അറിയില്ല, ഞാൻ വായിക്കാം. അയച്ചോട്ടെ. വായിച്ചോടാ.
Individual differences can be seen in the beliefs, options, and ideas of peoples. They possess different attitude towards different people, groups, objects, political and religious peoples. ഓക്കെ. ഈ ആറ്റിറ്റ്യൂഡ്സിന്റെ കാര്യം പറഞ്ഞത് ബിലീഫ്സിന്റെ കാര്യവും അതേപോലെ തന്നെ ഓരോരുത്തരുടെ ഓക്കെ ഐഡിയാസ് അതേപോലെ പീപ്പിൾസിനോടും ഗ്രൂപ്പുകളോടും ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കും ഓരോ വ്യക്തികളും എന്ത് ചെയ്യുന്നത് പ്രകടിപ്പിക്കുന്നത്. ഇനി ഇമോഷണൽ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, ഇൻഡിവിജ്വൽസ് അവരുടെ മോഡ്സുകൾ അല്ലെങ്കിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ചിലവർ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ചെറിയ സന്തോഷമാണെങ്കിലും അവർ നല്ല രീതിയിൽ സന്തോഷിക്കും, ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കും, ഭയങ്കരമായിട്ട് എന്തെങ്കിലും സന്തോഷിക്കും, ഭയങ്കരമായിട്ട് അവർ ഹാപ്പിനെസ് അവരെ ഉൾക്കൊള്ളും. ചിലവർ എത്ര സന്തോഷം വന്നാലും ഉള്ളില് അടക്കി പിടിക്കും. ചില അധികമായിട്ട് എക്സ്പ്രസ് ചെയ്യില്ല. ദെൻ സാഡ്നെസിന്റെ കാര്യം അല്ലെങ്കിൽ സങ്കടത്തിന്റെ കാര്യം പറയാം. സ്ത്രീകളാണെങ്കിൽ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കരയും. ഓക്കെ. പുരുഷന്മാരോ മെൻസോ ഉള്ളിലൊതുക്കിയിട്ട് ഉള്ളിലൊതുക്കും. നിങ്ങൾക്കറിയോ നമ്മുടെ ഹാർട്ട് അറ്റാക്കിന്റെ റേറ്റ് കൂടുതൽ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കാണോ ഹാർട്ട് അറ്റാക്ക് വരുന്നത്, പുരുഷന്മാർക്കാണോ ഹാർട്ട് അറ്റാക്ക് വരുന്നത്? പുരുഷന്മാർക്ക്. സ്ട്രെസ് ആണ് അവർ ഫീൽ ചെയ്യുന്നത്. ഇനി സങ്കടങ്ങൾ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി അവർ ഒരുപാട് സ്ട്രെസ്ഡ് ആവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് ഈ ഒരു ബ്ലഡ് പ്രഷർ ഒക്കെ കൂടുന്നത്, അങ്ങനെ BP റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ അവർക്ക് വരുന്നത്. എന്തുകൊണ്ടാണ്? ഈ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ഇമോഷൻസ് അവർ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ്. എന്റെ അഭിപ്രായത്തിൽ എന്താണോ ഇമോഷൻ അത് എക്സ്പ്രസ് ചെയ്യണം എന്ന് തന്നെ പറയുള്ളൂ. ദേഷ്യമാണെങ്കിൽ അത് ദേഷ്യമായിട്ട് എക്സ്പ്രസ് ചെയ്യണം. ആരോടാണ് നമുക്ക് ദേഷ്യം തോന്നുന്നത് അയാളോട് എക്സ്പ്രസ് ചെയ്യാം. അതവിടെ വെച്ച് തീർന്നു. ഇല്ലെങ്കിൽ നിങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്നത് ഞാൻ വന്ന് നിങ്ങളുടെ ഈ ബാച്ചിനോട് ഭയങ്കരമായിട്ട് വഴക്ക് പറയും, അതവിടെ വെച്ച് തീർന്നു. പിന്നെ നമ്മള് കാണുമ്പോൾ ഞാൻ പുതിയൊരു വ്യക്തിയായിരിക്കും. എനിക്ക് അങ്ങനെയാ എന്ന് വെച്ചാൽ എന്ത് ഇമോഷൻ അത് നേരെ പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ തീർന്നു. അല്ലാതെ അത് ഉള്ളിലുള്ള ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പറഞ്ഞ് എന്റെ ഡെയിലി കാര്യങ്ങൾ നടക്കില്ല, അല്ലെങ്കിൽ എനിക്ക് മര്യാദക്ക് എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോ ഓരോ ഇൻഡിവിജ്വൽസിനും അവർ ആ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം. നിങ്ങൾ ആലോചിച്ചോക്കെ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ ഇമോഷൻസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ഭയങ്കരമായിട്ട് എന്താ പറയാ ഇമോഷൻസ് ഓക്കെ ആയിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ, ഹൈഡ് ചെയ്യുന്നുണ്ടോ? അതേപോലെ തന്നെ അഫെക്ഷൻസ് എങ്ങനെ കാണിക്കുന്നുണ്ട്, കുട്ടികളോട് വാത്സല്യം കാണിക്കുന്നുണ്ടോ? അത് മെയിൻ ആയിട്ട് പ്രകടിപ്പിക്കുക തന്നെ വേണം. നമ്മളുടെ കുട്ടികളാവട്ടെ, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളാവട്ടെ, അവരോടൊരു ലവും അഫെക്ഷനും കാണിച്ചു തന്നെ വളർത്താണെങ്കിൽ അതൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അവർക്ക് ആ നെഗറ്റീവ് ഇമോഷൻ, നമ്മൾ എപ്പോഴും വഴക്ക് പറയുന്ന പാരന്റ്സ് ആണെങ്കിൽ കുട്ടിക്ക് ആ പാരന്റിനോട് ഒരു നെഗറ്റീവ് ഇമേജ് ആയിരിക്കും ഡെവലപ്പ് ആകുന്നത്. ഇമോഷൻസ് സ്റ്റേബിളും പിന്നെ മെച്യൂർ ആയിരിക്കും. ചിലവരിൽ സ്റ്റേബിൾ ആയിരിക്കും, ചിലവരിൽ മെച്യൂർ ആയിരിക്കും. ഇപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ച് കുറച്ച് ഏജ്ഡ് ആയി കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഇമോഷൻസ് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുണ്ട്, കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അൺസ്റ്റേബിൾ ആയിരിക്കും, അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇമ്മെച്യൂർ ആയിട്ടുള്ള ഇമോഷൻസ് ആണ് കുട്ടികൾ സാധാരണയായിട്ട് പ്രകടിപ്പിക്കാറ്. നമ്മളത് മനസ്സിലാക്കി തന്നെ പെരുമാറാനായിട്ട് നോക്കാം. കാരണം അവരുടെ ഡിഫറെന്റ് ആണ്. അവർ മെച്യൂർ അല്ല, ഇമ്മെച്യൂർ ആണ്. അതുകൊണ്ടാണ് അവരുടെ ഇമോഷൻസ് ഇങ്ങനെ അൺസ്റ്റേബിൾ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ അവരിങ്ങനെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കുട്ടികളായതുകൊണ്ടാണ്. അവർ മുതിർന്ന് കഴിയുമ്പോൾ അത് മാറിക്കോളും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഓക്കെ, ഇമോഷണൽ ഡിഫറൻസ് ആണ് കേട്ടോ. അതാരാ റീഡ് ചെയ്യുന്നേ? ഓക്കെ. Emotion differences. Individuals differ in the mode they express their emotions. In some individuals, passions like love, affections, amusement, etc., are more prevalent, while in others, negative emotions are powerful. Some are emotionally stable and mature, while others are unstable and immature. ഓക്കെ, നമ്മൾ കുട്ടികളോട് ലവ് അഫെക്ഷൻ ഒക്കെ നമുക്ക് പ്രകടിപ്പിക്കുക തന്നെ വേണം. ചില ഇമോഷൻസ് പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യും, ചില ഇമോഷൻസ് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട്. ചിലപ്പോൾ പോസിറ്റീവിനേക്കാളും കൂടുതൽ പവർഫുൾ നെഗറ്റീവ് ഇമോഷൻ ആയിരിക്കും. ഒരാള് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് വന്നാൽ പോലും ചിരിക്കാതെ പെട്ടെന്ന് ദേഷ്യം വന്നാൽ പെട്ടെന്നായിരിക്കും ആ ഇമോഷൻ പ്രകടിപ്പിക്കുന്നത്. കുറച്ചുകൂടി പവർഫുൾ ആയിട്ടായിരിക്കും അത് വരുന്നത് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ചില വ്യക്തികളിൽ ഇമോഷൻസ് സ്റ്റേബിളും മെച്യൂർ ആണെങ്കിൽ അതേ ഏജിലെ കുട്ടികളെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അൺസ്റ്റേബിളും ഇമ്മെച്യൂർ ആയിരിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു 30 വയസ്സുള്ള ഒരു പെൺകുട്ടീനെയും 30 വയസ്സുള്ള ആൺകുട്ടീനെ എടുക്കുകയാണെങ്കിൽ മേ ബി 30 വയസ്സുള്ള പെൺകുട്ടിയുടെ മെച്യൂരിറ്റി പോലും ആർക്കുണ്ടാവില്ല. 30 വേണ്ട, ഒരു 20 വയസ്സുള്ള ഒരു പെൺകുട്ടീനെയും 20 വയസ്സുള്ള ആൺകുട്ടീനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആൾക്കാർക്ക് മെച്യൂരിറ്റി കൂടുതൽ പെൺകുട്ടികൾക്കാണ്. പെൺകുട്ടികൾക്കാണ്. ഇത് ഇന്ത്യൻ പെൺകുട്ടികൾക്ക് കൊടുത്തു.
കാരണം പക്വതയുടെ കാര്യത്തിലാണ് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ ആൺകുട്ടികളെക്കാളും പക്വത പെൺകുട്ടികൾക്കാണ്. അങ്ങനെയാണ്. കാരണം ആൺകുട്ടികളെക്കാളും പക്വത കൂടുതൽ പെൺകുട്ടികൾക്കാണ്. അതുകൊണ്ടാണ് ആൺകുട്ടികൾക്ക് വിവാഹപ്രായം 21, പെൺകുട്ടികളുടെ വിവാഹപ്രായം 18. 18 വയസ്സാവുന്ന ഒരു പെൺകുട്ടിക്ക് 21 വയസ്സുള്ള ആൺകുട്ടിയുടെ അത്രയും എന്തുണ്ട്? മെച്യൂരിറ്റി, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു വിവാഹപ്രായം അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. കുറെ പഠനങ്ങൾ നടത്തി കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് വെക്കാം, നമ്മുടെ വീട്ടിൽ ആരാണ് മെച്യൂർഡ്? ഇപ്പൊ ആൺകുട്ടിയും പെൺകുട്ടിയും ഉള്ള വീട്ടിലെ അമ്മമാർക്ക് ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. പെൺകുട്ടിക്കായിരിക്കും കുറച്ചും കൂടി മെച്യൂർഡ്, ചെറുപ്പം മുതൽ കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ട് പെരുമാറുന്ന ആരായിരിക്കും? പെൺകുട്ടിയായിരിക്കും. പക്ഷെ ആൺകുട്ടി എന്ന് പറയുമ്പോൾ ഇത്തിരി കുറുമ്പനായിരിക്കും. ചിലപ്പോൾ രണ്ടും കീരിയും പാമ്പായിരിക്കും, പറയാൻ പറ്റൂല, ഒരേപോലെ ആയിരിക്കും. എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കും, ചിലപ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഒരു പോർഷൻ ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒന്ന് റീഡ് ചെയ്യേ. ഞാൻ ഒന്ന് പോയിട്ട് ആ ചാപ്റ്റേഴ്സിന്റെ കാര്യം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കാം എല്ലാവരും. ഓക്കെ, നിങ്ങൾ റീഡ് ചെയ്ത് നോക്കിയോ? റീഡ് ചെയ്തു മാം. ഓക്കെ, ക്ലിയർ ആണോ പോർഷൻ? മാം ഇതിലില്ലേ ആ മെന്റൽ ഡിഫറൻസിലില്ലേ
IQ ഡിഫറൻസ് ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോൾ എന്താ മാം ഇങ്ങനെ ഇഡിയറ്റ് ഇമ്പൾസ് മോറോൺ എന്നൊക്കെ ക്ലാസിഫിക്കേഷൻ ചെയ്ത് വെച്ചേക്കണേ? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കുട്ടീനെയും നമ്മള് ആ മെന്റൽ ഡിഫറൻസിന്റെ ബേസിൽ ജീനിയസ് അതേപോലെ തന്നെ ഇഡിയറ്റ് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. ശരിക്കും അങ്ങനെ ക്ലാസിഫൈ ഒന്നും ചെയ്യാൻ പാടില്ല ഓരോ കുട്ടികളെ അവരുടെ IQ വെച്ചിട്ട്. പക്ഷെ ഇവിടെ നമ്മള് ഒരു ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും അത് ചെയ്യുന്നത് മോശമല്ലേ ഇഡിയറ്റ് എന്നൊക്കെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്? ശരിക്കും മോശമാണ്. എനിക്ക് താല്പര്യമില്ലാത്ത ഞാൻ ആ ടോപ്പിക്കിനോട് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ തന്നെ പറഞ്ഞു. കാരണം എന്നെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. പീഡിയാറ്റിക്, മോറൽ, ബോർഡർ ലൈൻ, വെരി സുപ്പീരിയർ, ജീനിയസ് അങ്ങനെയൊക്കെ നമ്മള് കുട്ടികളെ ഒരിക്കലും ക്ലാസിഫൈ ചെയ്യാൻ പാടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷെ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ടെസ്റ്റില്. ബട്ട് മാം അങ്ങനെ ടീച്ചർ അത് മനസ്സിലാക്കി വെച്ചെങ്കിൽ ഐഡിയേറ്റ് ആയിട്ടുള്ളവരെ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ചെയ്യാം, പക്ഷേ ഇല്ലേടാ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇഡിയറ്റ് ആണെന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ പോലും ആ ഒരു ചിന്ത വരില്ല ആ കുട്ടികളെ കുറിച്ചിട്ട്. അത് നമ്മൾ ടീച്ചേഴ്സ് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ കുട്ടികളും ഒരേപോലെ അല്ലേ. ഡിഫറൻസ് ഇൻ ഐക്യു ഡിഫറൻസ് ആണെങ്കിൽ പോലും നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന എല്ലാ കുട്ടികളെയും നമ്മൾ സെയിം ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനത്തെ കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരുമല്ലോ. ശരിയാണ്, അങ്ങനത്തെ കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. മേ ബി എന്താ പറയാ, ആ ഒരു കാറ്റഗറിയിൽ വരുമ്പോ നമ്മള് എന്താ പറയാ പഠന വൈകല്യങ്ങളൊക്കെ പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനും അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് പറ്റും. അത് അതിന് മാം നമുക്ക് ഈ IQ ലെവൽ കെയർ കൊടുക്കണ്ടേ? അവർക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കണ്ടേ? അവർക്ക് സ്പെഷ്യൽ കെയർ സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടി വരും. ഒരു ട്യൂട്ടർ വെച്ചിട്ട് അവരെ പഠിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യില്ലേ? ഉണ്ട്, മിക്ക സ്കൂളുകളിലും അങ്ങനെ ഉണ്ട്. മേ ബി പഠന വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ റെമഡിയൽ ക്ലാസ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യില്ലേ? മിക്ക സ്കൂളുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. ചിലയിടത്ത് മേ ബി മെന്റലി റിറ്റൈൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്താ പറയാ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ക്ലാസ് റൂം ചില സ്കൂളുകളിൽ അങ്ങനെയാണ്. ചില ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഈ ബോർഡർ ആ വീക്കായ കുട്ടികളെ മറ്റേ കുട്ടികളോടൊപ്പം ഒന്നിച്ചു കൊണ്ടുവരാൻ അവര് നോക്കൂലേ? അത് ഒത്തിരി ട്രൈ ചെയ്യേണ്ടി വരും, എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. മേ ബി നമുക്ക് ആ ഒരു ലെവലിൽ ഇപ്പോ ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള ചിൽഡ്രൻസിനും ഒത്തിരി വീക്ക് ആയിട്ടുള്ള ചിൽഡ്രൻസ് ക്ലാസ്സിലുണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടീസ് ആയിരിക്കും നമ്മൾ ഫീൽ ചെയ്യുന്നത്. കാരണം ഒത്തിരി ഭയങ്കര ഹൈ ഐക്യുള്ള കുട്ടികളാണെങ്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയായിരിക്കും, അവർക്ക് അത് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും കാര്യങ്ങൾ അവർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പക്ഷെ ഒത്തിരി ഇപ്പൊ ഒട്ടും ഐക്യു ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നമുക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഒട്ടും ഐക്യു ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷെ അതാണ് ആ ഒരു എഫേർട്ട് കൂടുതലായിരിക്കും. രണ്ടുപേരെയും ഓരോ ക്ലാസ്സിൽ തന്നെ എനിക്ക് തോന്നുന്നു ചില സ്കൂളുകളിൽ എനിക്ക് അറിഞ്ഞൂടാ പ്രോപ്പർ ആണോ എന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണ്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ ഒരു ക്ലാസ്സിലാക്കും. അതേപോലെ വീക്ക് ആയിട്ടുള്ള കുട്ടികളെ മറ്റൊരു ക്ലാസ്സിലാക്കും. വീക്ക് ആയിട്ടുള്ള കുട്ടികളെ ഒരുമിച്ച് കൂടുതൽ ടീച്ചേഴ്സിന് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരെയും കൂടി ഒരുമിച്ച് ഒരു ക്ലാസ്സിലാക്കി അവർക്ക് കൂടുതലായിട്ടുള്ള ക്ലാസ് സ്പെഷ്യൽ ക്ലാസ് അങ്ങനെ കൊടുക്കുന്നതായിട്ട് നിങ്ങളുടെ എക്സാമിന് മുമ്പായിട്ട് അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്ലാസിഫൈ ചെയ്യും. ഞങ്ങള് പഠിച്ചിരുന്ന സമയത്ത് ഇപ്പോഴും ഉണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പൊ 7th 6th മുതൽ 7th ഉണ്ട് ഇവിടെ സ്കൂളിൽ, ഇവിടെ അടുത്തുണ്ട്. 7th 6th മുമ്പ് 6th സ്റ്റാൻഡേർഡിലൊക്കെ ഉള്ള കുട്ടികൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ഒരു ക്ലാസ്സിലും പഠിക്കാത്ത കുട്ടികൾ വേറൊരു ക്ലാസ്സിൽ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇല്ലീഗലാണ്, അങ്ങനെ ചെയ്യുന്നുണ്ട് ചില സ്കൂളുകൾ. പക്ഷെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. അവർ പഠിക്കാൻ നോട്ട്സ് കാര്യങ്ങൾ പഠിക്കാൻ അതിനുള്ള ഐക്യമുണ്ട്. പഠിക്കാത്ത കുട്ടികൾ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടണം. സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ്സിൽ ഒരു 10-15 കുട്ടികൾ ഒട്ടും പഠിക്കാത്തവരാണ് നമ്മൾ അവർക്ക് വേണ്ട എഫേർട്ട് ആ ഒരു ക്ലാസ്സിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്പെൻഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ക്ലാസ്സിലും അവരെ എന്ത് ചെയ്യേണ്ടി വരും, അവർക്ക് വേണ്ടി കൂടുതലായിട്ട് എഫേർട്ട് എടുക്കേണ്ടി വരും, ഡബിൾ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. അതിനേക്കാളും ഭേദം എന്താണ്, ഒരു ടീമായിട്ട് തിരിച്ചിട്ട് ആ കുട്ടികളെ മാത്രം നമ്മൾ സ്പെഷ്യലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇനി ഞാൻ കാര്യം പറയാം, മെന്റൽ ഡിഫറൻസിന്റെ കാര്യമല്ലേ പറഞ്ഞ, ഐക്യൂന്റെ കാര്യമല്ലേ പറഞ്ഞേ. കോവിഡിന്റെ സമയത്തില്ലേ ഈ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ച കുട്ടികൾ അല്ലെങ്കിൽ ഒരു 6th 7th പഠിക്കുന്ന കുട്ടികളിൽ ഒത്തിരി പേര്
കോവിഡ് കഴിഞ്ഞതിന് ശേഷം അക്ഷരങ്ങൾ പോലും അറിയാണ്ട് പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്, മിസ് അക്ഷരങ്ങൾ അറിഞ്ഞുകൂടാ, എത്രയിലാണ്, ഇപ്പൊ 10ലേക്ക് ആവാണ്, മലയാളത്തിന്റെ അക്ഷരങ്ങൾ അവന് അറിഞ്ഞുകൂടാ. നമ്മള് ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല, കാരണം മലയാളമാണ്, മലയാള അക്ഷരങ്ങൾ അവൻ മറന്നുപോയി, അറിഞ്ഞുകൂടാ. കാരണം അവർക്ക് ആ ഫൗണ്ടേഷൻ കൊടുക്കേണ്ട ടൈമില് ഒട്ടും ഫൗണ്ടേഷൻ കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ പല റീസൺസ് കൊണ്ട് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തു. അതേപോലെ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന കുട്ടികൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ എക്സ്പീരിയൻസിൽ ഉണ്ടാവും, മലയാളം അറിയാത്ത കുട്ടികൾ, മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരുപാട് കുട്ടികൾ പഠന വൈകല്യങ്ങൾ കൂടിയത് എനിക്ക് തോന്നുന്നു കോവിഡിന്റെ സമയത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടെത്തിയത്. കാരണം സാധാരണ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എഫക്റ്റീവ് ആണ്. ഇപ്പം നമ്മള് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് റീഅപ്പിയറൻസ് ചെയ്യണം. എന്നിട്ട് പാസ്സായാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എക്സാം പ്രമോഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ക്ലാസ്സിൽ തന്നെ പഠിക്കണം. ഇപ്പൊ കുറച്ചും കൂടി നിയമങ്ങൾ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉറപ്പില്ലാട്ടോ എനിക്ക് ആ കാര്യത്തിൽ. കാരണം ഒരു കുട്ടി അങ്ങനെയാണ് മോളെ സ്കൂളിൽ അങ്ങനെയാ. 8 മുതല് എക്സാമിന് പാസ്സായിട്ടില്ലെങ്കിൽ രണ്ടാമത് എഴുതിയിട്ടേ ഉള്ളൂ, പിന്നെ അടുത്ത ക്ലാസ്സിലോട്ട് ഇരുത്തുള്ളൂ. കേരള സിലബസിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പൊ. അത് നല്ലൊരു കാര്യം. കാരണം പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫുൾ പാസോ അല്ലെങ്കിൽ ഫ്രീ ട്രാൻസ്ഫർ അതാവുന്ന സമയത്ത് 10th വരുമ്പോഴായിരിക്കും ഈ ഒരു പ്രശ്നം വരുന്നത്. എന്താണ്, എഴുതാനും വായിക്കാനും അറിയാത്തവരെല്ലാവരും കൂടി 10th ഉണ്ടാവും. അപ്പം അവരാ എഫേർട്ട് എടുത്ത് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, ചില സ്കൂളുകൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താ പറയാ, സ്ക്രൈബ് കേട്ടിട്ടുള്ളത്, സ്ക്രൈബ് ആയിട്ട് മാറ്റും. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ എഴുതി കൊടുക്കേണ്ടതായിട്ട് വരും. അവർക്ക് ഒട്ടും ആ ഒരു സർട്ടിഫിക്കറ്റിൽ അങ്ങനെ വരും, അവർക്ക് IQ കുറവായതുകൊണ്ട് അവരെ എഴുതി കൊടുക്കുന്നു, അങ്ങനെ ആ ഒരു ക്ലാസിഫിക്കേഷൻ വരും. സോ അതിനേക്കാളും നല്ലത് നമ്മൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഫൗണ്ടേഷൻ ഇട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതേപോലെ ചെറുപ്പത്തിലെ ഇവരെ കണ്ടെത്താണെങ്കിൽ ഒരു ടീമായിട്ട് തിരിച്ച് അവർക്ക് വേണ്ട സ്പെഷ്യൽ കെയറും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് അവരുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരെ മുന്നോട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് പറ്റും. സോ പ്രോപ്പർ ആയിട്ടുള്ള സ്ക്രൈബിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സ്ക്രൈബ് എഴുതുന്ന PSC വരെ ഉണ്ട് മാം. എന്താണ് പ്രോപ്പർ ആയിട്ട് ഈ IQ ലെവലിന്റെ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ 10th +2 നമ്മൾ സ്ക്രൈബ് എഴുതിയ പിള്ളേർക്ക് PSC ലെവൽ ഉണ്ട്, സ്ക്രൈബ് എഴുതി കൊടുക്കുന്ന PSC ലെവൽ ഉണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ കുറച്ച് ഡിസ്ക്രിമിനേഷൻ അല്ലേ? ഞാൻ കാര്യം പറയട്ടെ, സ്ക്രൈബിന്റെ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. എന്റെ അടുത്ത് ഒരു കുട്ടിട്ടാ, എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയാണ്. അവൻ സ്ക്രൈബ് ആയിരുന്നു, 10th സ്ക്രൈബ് ആയിരുന്നു. പക്ഷേ ആ കുട്ടി നന്നായിട്ട് പഠിക്കുമായിരുന്നു, 9th ഒക്കെ വരെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുള്ളത് സ്ലോ ആണ്. അവൻ പഠിക്കാനായിട്ട് ഇത്തിരി സ്ലോ ആണ്, എഴുതുന്ന കാര്യത്തിലായാലും ലേൺ ചെയ്യുന്ന കാര്യത്തിലായാലും കുറച്ച് സ്ലോ ആണ്. പക്ഷെ അവൻ കുഴപ്പമില്ല, ആൻസർ ചെയ്യുന്നിട്ട് മാത്സ് ഒക്കെ പ്രോബ്ലം നന്നായിട്ട് ചെയ്യും. അപ്പോ ഈ കുട്ടീനെ 9th 10th ടീച്ചേഴ്സ് സ്ക്രൈബ് ആക്കി അവരുടെ സ്കൂളിന്റെ പെർസെന്റേജ് പാസ്സാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സ്ക്രൈബ് എഴുതിച്ചു. അപ്പൊ അവന്റെ അതേ ഐക്യമുള്ള കുട്ടികളുണ്ടല്ലോ, അവന്റെ അതേ ഐക്യമുള്ള കുട്ടികൾ ഒരു 75-70% നിന്നപ്പോ ഇവൻ 80-something% പോയി. എന്ന് വെച്ചാല് അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ടീച്ചേഴ്സിന്റെ ഹെൽപ്പോട് കൂടി അങ്ങനെ മാർക്ക് സ്കോർ ചെയ്തതാണ്. നമ്മള് ഒരു ഡിസ്ക്രിമിനേഷൻ തന്നെയല്ലേ കാണിക്കുന്നത്. ചിലപ്പോൾ ചില സ്ക്രൈബ് എഴുതുമ്പോൾ ടീച്ചേഴ്സ് കൊണ്ടുവന്ന ആൻസർ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് കൊടുക്കും. ആവശ്യമില്ലല്ലോ. മാം അങ്ങനെയുള്ള കുട്ടികൾക്ക് വീട്ടുകാരുടെയും കൂടെ ഒരു സപ്പോർട്ട് വേണ്ടേ? ഞാൻ പഠിപ്പിക്കുന്ന ഇപ്പൊ ട്രെയിനിങ്ങിന് പോകുന്നിടത്ത് അങ്ങനെ ഒരു കുട്ടിയുണ്ട്. പക്ഷെ ആ കുട്ടി മറ്റുള്ളവരെ പോലെ നമ്മൾ പറയുന്നതിനെ കേട്ട് പറയുന്നില്ല, വേറെ ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കും. നമ്മളപ്പോ ആ കുട്ടിയുടെ അടുക്ക തന്നെ നമ്മളിങ്ങനെ നിന്ന് വേണം പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ആ കുട്ടി നമ്മൾ മാറിക്കഴിഞ്ഞാൽ അവര് മാറും, അവരാ മൈൻഡ് മാറും. എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നമാണോ കുട്ടിക്ക്? ലേണിംഗ് എന്തോ അങ്ങനെ നമ്മൾ പഠിക്കുന്ന കാര്യത്തിനും അല്ലെങ്കിൽ മറ്റു ആക്ടിവിറ്റിയുടെ കാര്യത്തിലും ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു ഇതുള്ള പോലെ, വ്യത്യാസമുള്ള പോലെ പറയല. വേറെ ആക്ടിവിറ്റി എഴുതാനൊക്കെ എഴുതും, ആയും ഒക്കെ എഴുതും. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം കുറച്ച് ഉൾവലിഞ്ഞ പോലെ. ഇത് നമ്മളല്ല മോനെ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ചിലപ്പോൾ കൈയൊക്കെ ഇങ്ങനെ വയ്ക്കില്ല, ടെസ്റ്റിൽ ഇങ്ങനെ ടച്ച് ചെയ്യില്ല, പുറകോട്ട് വലിക്കും. ആ കുട്ടി അങ്ങനെയാണെന്നാണ് ടീച്ചേഴ്സ് പറഞ്ഞത്. വീട്ടുകാരങ്ങനെ പറഞ്ഞാണ് വിട്ടിരിക്കുന്നതെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കുട്ടികളെ ഈ മറ്റുള്ള കുട്ടികളുടെ കൂടെ ഇരുത്തി പഠിപ്പിക്കുമ്പം 2 ടീച്ചേഴ്സെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ്സിൽ വേണം. കാരണം മറ്റുള്ള ഇവരുടെ അടുക്കൽ നമ്മൾ മാറുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമ്മൾ ഇവരുടെ അടുക്കൽ നിൽക്കുമ്പോൾ മറ്റു കുട്ടികളുടെയും ശ്രദ്ധ പോകും.
അവരും ഓക്കെ വേറെ കളി പരിപാടി പോവും. നമ്മൾ ഇവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണം, അല്ലെ ഇവന് അപ്പൊ തന്നെ ശ്രദ്ധ പോകും. എന്താ മാം? സ്പെഷ്യൽ സ്കൂളിൽ വരണമെന്നല്ലേ മോൻ ഉദ്ദേശിച്ചത്? സ്പെഷ്യൽ സ്കൂൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാളും കൂടെ ആ കുട്ടിയുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും കുഴപ്പം വരില്ല. ഇതല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് പോകും. ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നോക്കണം കേട്ടോ. ഞാൻ സിംഗിൾ പാരന്റ് ആണോ, അല്ലെങ്കിൽ പാരന്റ്സിന്റെ കെയർ കിട്ടുന്നുണ്ട്, പാരന്റ്സ് കൂടെ ഉണ്ട്, ഗ്രാൻഡ് പാരന്റ്സ് ആണോ, അതേപോലെ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാണോ എന്ന് അന്വേഷിച്ച് നോക്കുക. അതേപോലെ ആ കുട്ടിനോട് കൂടുതൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെന്താണ്, ആൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? അപ്പൊ ആയൊക്കെ എഴുതുന്നുണ്ടല്ലോ, എത്രയിലാണ്? LKG-യിലുള്ള കുട്ടിയാണ്, പക്ഷെ കണ്ടാൽ നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട്. എനിക്കിനി അതില് 4 വയസ്സിനേക്കാൾ കൂടുതൽ പ്രായം ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ആൺകുട്ടിയാണോ? ആ, ആൺകുട്ടിയാണ്. അത് സംസാരിക്കില്ല. സംസാരിച്ച് ഇതുപോലെ വാ തുറന്ന് സംസാരിക്കാത്ത 2-3 കുട്ടികളുണ്ടാകും അവിടെ ആ ക്ലാസ്സിൽ. അപ്പൊ അവരുടെ ഈ ചിലവരുടെ ഭയങ്കര എന്താ കൊഞ്ചല് പോലത്തെ സംസാരമാണ്, വാക്കുകളൊന്നും തിരിയില്ല. അപ്പൊ പക്ഷെ അവര് സംസാരിച്ച് തുടങ്ങിയാലേ അതൊരു ക്ലിയർ ആവത്തുള്ളൂ. പക്ഷെ നമ്മള് മാത്രം അതിനെ എഫക്ട് ചെയ്തിട്ട് കാര്യമില്ല, എഫർട്ട് എടുത്തിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് വീട്ടുകാരും കൂടെ അതിൽ എഫർട്ട് ചെയ്യണം. മാക്സിമം സംസാരിച്ച് നോക്ക്. അതേപോലെ തന്നെ ആക്ടിവിറ്റീസ് കൊടുത്ത് നോക്ക്. നമ്മുടെ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യിച്ച് നോക്കുക. ടച്ച് ചെയ്ത് നോക്കട്ടെ ആൾക്കാരെ, ആൽഫബറ്റ്സ് ഒക്കെ ഒന്ന് കുട്ടികൾ ടച്ച് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിംഗേഴ്സിന്റെ ആ ഒരു മൂവ്മെന്റ്സ് പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. ഡ്രോ ചെയ്യിച്ച് നോക്കായിരുന്നോ? വരയ്ക്കുന്നുണ്ടോ? ആ, വരയ്ക്കും. ഇപ്പൊ സ്ലേറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ വരയ്ക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഈ എന്തെങ്കിലും ഒന്ന് പറയാനുള്ള താല്പര്യം ഇല്ല. പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല. പിന്നെ ടച്ച് ചെയ്ത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൈ പിടിച്ച് വച്ച് ടച്ച് ചെയ്താലും ആള് ഉൾവലിയാ, ഇങ്ങനെ എന്താ കൈ പുറകോട്ട് വലിക്കുക. ഡ്രോ ചെയ്യുന്നുണ്ടോ? പെണ്ണൊക്കെ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്തു. ആ, കുഴപ്പമില്ല. സ്ലേറ്റിലൊക്കെ വരയ്ക്കാറുണ്ട്. പക്ഷെ ആൾക്ക് ഇങ്ങനെ എന്താ കോൺസെൻട്രേഷൻ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇരിക്കില്ല അവരോട്. ഇരിക്കും, പക്ഷെ വേറെ ഒന്നിലും ചിലപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കാരെ തോണ്ടുക, അങ്ങനെ എന്താ പറയാ, ഒരു പ്രത്യേകത. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറാൻ പറ്റില്ല. മാറിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, ചിലപ്പോ ഒരു അറ്റൻഷൻ കിട്ടാത്തതുകൊണ്ടായിരിക്കാം. അറ്റൻഷൻ നീഡായിരിക്കും. അതാണെന്ന് തോന്നണേ. അപ്പോ നിങ്ങൾക്ക് ഇന്ന് ഈവനിങ് എന്തെങ്കിലും എക്സാം ഉണ്ട് കേട്ടോ, അല്ലേ? അല്ലേ? അപ്പോ ഞാൻ ആ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പോ നീഡ്സിന്റെ ചാപ്റ്ററിൽ നിന്ന് ഓർഡർ ഒന്ന് നന്നായിട്ട് നോക്കി വെക്കണം കേട്ടോ. മാറിപ്പോകരുത്. താഴത്തുനിന്നാണ് ആ ഓർഡർ പോണത്. എങ്ങനെയാണ് വരുന്നത്? ഫിസിയോളജിക്കൽ നീഡ്സ്, നീഡ് ഫോർ സെക്യൂരിറ്റി, നീഡ് ഫോർ ബിലോങ്ങിങ്നെസ്, then need for feeling competence, self actualization need 1 2 3 4. ആ ഓർഡർ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. നന്നായിട്ട് നോക്കി വെക്കാം. നല്ല രീതിയിൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാം. നന്നായിട്ട് റീഡ് ചെയ്യാം, ചാപ്റ്റേഴ്സ് ഒക്കെ റീഡ് ചെയ്യാം. ഫസ്റ്റ് യൂണിറ്റ്സിനും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ഒന്നും കൂടെ. ഞാൻ ഇന്ന് ഓക്കെ, 1 മിനിറ്റ് കേട്ടോ. നമ്മള് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഞാൻ ചാപ്റ്റർ എടുത്തിട്ട് എന്താണ് ഹെൽത്ത്, എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ്, എന്താണ് വെൽനെസ് നോക്കാം. ദെൻ പിന്നെന്താണ് കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ സ്ട്രെങ്ത്, എൻഡ്യൂറൻസ്, ഫ്ലെക്സിബിലിറ്റി, സ്പീഡ്, ഇതൊക്കെ എന്താണെന്നുള്ളത് നല്ല രീതിയിൽ നോക്കാം കേട്ടോ. ഇപ്പോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? മസിൽസ് ടു എക്സേർട്ട് ഫോഴ്സ് ആണ്. എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ പെർഫോം വിത്തൗട്ട് വീക്ക്നെസ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സ്പീഡ്, അത് കാര്യത്തിന് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. സ്പീഡ് എന്ന് പറയുമ്പോൾ മൂവ്മെന്റ്സ് ആണ്. മെയിൻ ആയിട്ട് നോക്കുന്നത് എന്താണ്? മൂവ്മെന്റ്സ് എന്നുള്ളത് നോക്കാം. അജിലിറ്റി എന്ന് പറയുമ്പോൾ സ്പേസ് വിത്ത് സ്പീഡ് ആൻഡ് എഫിഷ്യൻസി. സ്പീഡ് ഉണ്ടായാൽ മാത്രം പോലെ എഫിഷ്യന്റ് ആയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടോർ ടാസ്കുകൾ കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റണം. ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് 3 ടൈപ്സ് ഉണ്ട്, അത് നോക്കി വെക്കുക. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, കോസ്മെറ്റിക് ഫിറ്റ്നസ് നോക്കാം. ഇനി
നമ്മുടെ കാർഡിയോ വസ്കുലർ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കാർഡിയോ വസ്കുലർ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ഏതാണ്? ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് വാക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ്. അപ്പൊ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? മെയിൻ ആയിട്ട് ആരുടെയാണ്? ഓക്കെ, സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി. അതിന്റെ മീനിങ് എന്താ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടോ? ആരെടുത്തത് ഹെൽത്ത് ആൻഡ് ഹൈജീൻ? ആരോഗ്യമായ ശരീരം അല്ലെ? ഹൈജീൻ എടുത്തത് മാം. ഇത് പറഞ്ഞു തന്നിട്ടുണ്ടോ? സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി. യെസ് മാം, ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. ഓക്കെ, നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് തമ്മിൽ എന്ത് വേണം? ബാലൻസ് വേണം. ഓക്കെ, അപ്പൊ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് എപ്പോഴും ആരോഗ്യമുള്ള, അതിന്റെ മീനിങ് കറക്റ്റ് ആണ്. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. സോ സൗണ്ട് മൈൻഡിനെ സൗണ്ട് ബോഡി അത് നോക്കി വെക്കാം. പിന്നെന്താണ് സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, കാര്യങ്ങളൊക്കെ നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ ഹൈജീൻ ഹാബിറ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്റർ ഒത്തിരി വലുതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ച ചാപ്റ്റർ എന്ന് പറഞ്ഞാല് ഫുഡ് ന്യൂട്രീഷൻ ബാലൻസ് ഡയറ്റ് ആണ്. അതിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് മെറ്റബോളിസം? The process by which food is entered into the human body. ഓക്കെ, എന്താണ് മെറ്റബോളിസം നമ്മൾ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് നോക്കാം. ഇങ്ങനെ നമ്മൾ ഫുഡിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 3 types. എനർജി, ബോഡി പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. ഓക്കേടാ. ഇനി കമ്പോണൻസ്, കുട്ടികളുടെ ഫുഡിൽ വേണ്ട കമ്പോണൻസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് വേണ്ടേ? വേണം. പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, മിനറൽ സോൾട്ട് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്ത് വേണം? കുട്ടിയുടെ ഫുഡിൽ നിർബന്ധമായിട്ടും വേണം. ഈ ഫാറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ് ഉണ്ടോ? എടാ, ഫാറ്റിൽ മാത്രം സോളബിൾ ആവുന്ന വൈറ്റമിൻസ് എ, ഡി, ഇ, കെ. അതേപോലെ വാട്ടർ സോളബിൾ വൈറ്റമിൻസോ? നോക്കി വെക്കാം കേട്ടോ. വാട്ടർ സോളബിളും ഫാറ്റ് സോളബിളും വൈറ്റമിൻസ് ഏതാന്ന് നോക്കി വെക്കാം. ദെൻ പിന്നെ വരുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മെന്റൽ ഹെൽത്ത് ആണോ? നെക്സ്റ്റ് ചാപ്റ്റർ അല്ലേ, കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണ്. ഒരു ഡൗട്ട് മിസ്, ഇപ്പൊ മറ്റേ ഈ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എടുത്തില്ലേ, അതിന്റെ ഇപ്പുറത്തെ ഈ ഇതില്ലേ ഫുഡ് സ്റ്റഫ് 1 year 3 years 4 years അത് പഠിച്ചു വെക്കണോ? വേണ്ടല്ലോ. നിർബന്ധില്ല, അതിന് അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ഇല്ലല്ലേ? മിസ്റ്റേക്ക്. ഇത് ആരെടുത്ത്? അശ്വതി ടീച്ചറാണ് എടുത്തത്. ഇത് എവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാ? അത് ഞാൻ കഴിഞ്ഞ ദിവസം നോട്ട് ചെയ്തതാണ്. അതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഞാനത് ന്യൂട്രീഷൻ മേമാണ് അപർണ മേം എടുത്തത്. അതെ 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 ഞാനാണല്ലേ. എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് കാണില്ല, ടെസ്റ്റ് കാണില്ല. പ്രോട്ടീന്റെ കാര്യത്തിലാണ്. മെന്റൽ കണ്ടീഷൻ എന്തെങ്കിലും പറഞ്ഞുതരുമോ? എന്താണ് മെന്റൽ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞുതരുമോ? മെന്റൽ കണ്ടീഷനോ? മെന്റൽ ഹെൽത്ത് ആണോ ഉദ്ദേശിച്ചത്? അല്ല, മറ്റേ കണ്ടീഷൻസ് ഉണ്ടല്ലോ. മാൽ ന്യൂട്രീഷൻ ഗീവ്സ് റൈറ്റ്സ് ഫോർ ദി ഫോളോയിങ് കണ്ടീഷൻസ്. തന്നെ. ഓക്കെ, ഫിസിക്കൽ കണ്ടീഷനും മെന്റൽ കണ്ടീഷനും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രീഷൻ പ്രോപ്പർ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ കുട്ടികളിൽ സ്റ്റാൻഡ് ചെയ്യാനും നിൽക്കാനും അതേപോലെ സിറ്റ് ചെയ്യാനൊക്കെ പറ്റണമെന്നില്ല. മുഖം ഭയങ്കരമായിട്ട് വിളറിയിരിക്കും, ഡൗൺ സ്ട്രീം കാണിക്കും, മടി കാണിക്കും, പെട്ടെന്ന് അസുഖങ്ങൾ വരും, ഐസൈറ്റ് കുറവായിരിക്കും, അണ്ടർ വെയിറ്റ് ആയിരിക്കും. മെന്റൽ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മെമ്മറി പവർ കുറവായിരിക്കും, ഇറിറ്റേഷൻ പെട്ടെന്ന് വരും, ലാക്ക് ഓഫ് അറ്റൻഷൻ, അവർക്ക് അറ്റൻഷൻ കിട്ടണമെന്നില്ല, കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല, ഒരു കാര്യത്തിലേക്ക് ഒരുപാട് നേരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഒത്തിരി നേരം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണ്.
കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിൽഡ്രൻസ് എന്തുകൊണ്ടാണ് അസുഖം വരുന്നതെന്ന് എപ്പോഴും ഇമ്മ്യൂണിറ്റി പവർ കുറവായതുകൊണ്ട്. ഇനി എന്താണ് ഫുഡ് ഐറ്റംസിൽ കൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ എന്തെല്ലാമാണ്, എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ എന്തെല്ലാമാണ്, പിന്നെ അനിമൽസിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ എന്താണ്. ഇതിൽ ടൈഫോയിഡ് എന്നുള്ളത് തെറ്റാണ് കേട്ടോ. ഇവിടെ ടൈഫോയിഡ് ഇല്ല. ഓക്കെ, അത് തെറ്റാണ്. ഡ്രിങ്ക്സിലൂടെ അല്ലെങ്കിൽ വാട്ടറിലൂടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾക്ക് എന്തൊക്കെയാണ്, അവിടെയാണ് ഡിസെൻട്രി, കോളറ, ഫീവർ, ടൈഫോയിഡ് ഒക്കെ വരുന്നത് കേട്ടോ. ഇനി വൂഫിംഗ് കഫിന്റെ മറ്റൊരു പേര് ഡിഫ്തീരിയ എന്തിനൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്, ടെറ്റനസ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, പോളിയോ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, ഇഞ്ചുറീസ് ഓക്കെ എങ്ങനെയാണ് അതിന്റെ പെർമനന്റ് ഡിഫക്ട്സ് എങ്ങനെയായിരിക്കും, ഡിസെൻട്രിയുടെ സിംറ്റംസ് എന്തൊക്കെയാണ്, ജോണ്ടിസിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, മലേറിയ ഏത് മൊസ്കിറ്റോസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്, ടൈഫോയിഡ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, മീസിൽസിനെതിരെയുള്ള വാക്സിൻ ഏതാണ്, മീസിൽസിനെതിരെയുള്ള വാക്സിൻ ഏതാണ്, MMR വാക്സിൻസിൽ ഏതൊക്കെ വാക്സിൻ ഇൻക്ലൂഡഡ് ആണ്, മംസ്, മീസിൽസ്, റുബെല്ല 3 വാക്സിൻസ് ആണ്. കോളറയുടെ മെയിൻ ആയിട്ടുള്ള സിംറ്റം ഏതാണ്, ഡീഹൈഡ്രേഷൻ ആണ്. ഓക്കെ, അങ്ങനെ നോക്കാം. ഫസ്റ്റ് എയ്ഡ് നോക്കാം. എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഡ്യൂട്ടീസ് ഓഫ് ഫസ്റ്റ് എയ്ഡർ നോക്കാം. ഫെയിന്റിങ്ങിന്റെ സിംറ്റംസ് നോക്കാം. ബ്ലീഡിങ്ങിന്റെ ട്രീറ്റ്മെന്റ് നോക്കാം. പിന്നെ സ്നേക്ക് ബീറ്റിംഗിന്റെ ട്രീറ്റ്മെന്റ് നോക്കാം. ഡ്രോയിങ്ങിന്റെ അങ്ങനെ സിംറ്റംസ് താഴെയുള്ള പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് നോക്കാം. ഇനി ഫസ്റ്റ് എയ്ഡർക്ക് വേണ്ട ക്വാളിറ്റീസ്, എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് ഫസ്റ്റ് എയ്ഡർ നന്നായിട്ട് നോക്കാം. ഓക്കെ, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുമ്പോൾ മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ജസ്റ്റ് ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രമാണ് മെന്റൽ ഹെൽത്തിൽ വരുന്നത്? അല്ല, mental health is a mental health is a science which deals with the process of attaining mental health and avoiding mental illness. നമുക്ക് മെന്റൽ ഇൽനെസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വരുന്നത്, മെന്റൽ ഹെൽത്തിൽ വരുന്നത്. മെന്റൽ ഹെൽത്ത് ജസ്റ്റ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല അല്ലല്ലോ, നമ്മുടെ എന്താണ് നമ്മുടെ മാനസിക ഇമോഷണൽ ആൻഡ് മെന്റൽ വെൽബീയിങ്ങിനെയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇമോഷണൽ ആൻഡ് മെന്റൽ വെൽബീയിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ ഓക്കെ, ഇത്രയും കാര്യങ്ങള്. കോളറയുടെ ഒരു സിംറ്റംസ് വരുന്നത് ഡീഹൈഡ്രേഷൻ വരുന്നത് വോമിറ്റിങ്ങും ലൂസ് മോഷനും ഒക്കെ വരുന്നോണ്ടാണോ? ഡീഹൈഡ്രേഷൻ വരും, വോമിറ്റിംഗ് വരും, ലൂസ് മോഷൻ വരും കേട്ടോ. അപ്പം ഈ കോളറയ്ക്കും ആ ഡിസെൻട്രിക്കും കോമൺ ആയിട്ട് ഡീഹൈഡ്രേഷൻ വരാം അല്ലേ? അതെ, നോക്കണം, നിങ്ങൾ ഓപ്ഷൻ നോക്കണം. മേ ബി കോളറ, ഫസ്റ്റ് ഓപ്ഷൻ കോളറ, സെക്കൻഡ് ഓപ്ഷൻ ഡിസെൻട്രി, തേർഡ് ഓപ്ഷൻ എ ആൻഡ് ബി. നമ്മൾ എഴുതി കൊടുക്കേണ്ടത് വരും A and B വരും. അങ്ങനെ വരാറുണ്ട്. പക്ഷെ കുട്ടികൾ ചിലപ്പോ കോളറ എന്ന് മാത്രമേ ടിക്ക് ചെയ്യുള്ളൂ. അതൊക്കെ അങ്ങനെ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഇനി ഇമ്മ്യൂണൈസേഷന്റെ ചാപ്റ്ററുകൾ നോക്കാം. ഏതൊക്കെയാണ് എന്റെ ഫുൾ നെയിം നോക്കാം. അതുപോലെ മീസിൽസിനെതിരെ എടുക്കുന്ന വാക്സിൻ ഏതാണ്, റുബെല്ല എപ്പോഴാണ് എടുക്കുന്നത്, 1.5 ഇയേഴ്സിലാണ്. മംസ് എന്ന് പറയുന്ന വാക്സിൻ, മംസ് എന്ന് പറയുന്ന അസുഖത്തിന് എടുക്കുന്ന ഇമ്മ്യൂണൈസേഷൻ ഏതാണ്, പിന്നെ ആ ഒരു ഷെഡ്യൂളുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് റീഡ് ചെയ്യാം. ഇവിടെയാണ് ആ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ പ്രോട്ടീന്റെ പെർസെന്റേജ് കണ്ടോ, ഗ്രാം കണ്ടോ? ഒരു ദിവസം കുട്ടികൾ കഴിക്കേണ്ട പ്രോട്ടീൻ എത്രയാണ്? 20 gram അല്ലത് വരേണ്ടത്. 20 gram എന്നൊന്നും ആക്കണോ കേട്ടോ. 30 gram എന്നാ കിടക്കുന്നത്, അതിൽ 20 gram എന്നൊന്നും ആക്കണേ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്റെ പോർഷനിലാണോ മിസ്റ്റേക്ക് അല്ലെങ്കിൽ വേറെ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുറെ നോക്കി, പക്ഷെ അത് മിസ്റ്റേക്ക് 20 grams ആണ്. നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ 20 grams എന്നാ കിടക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ടെസ്റ്റുകളിൽ ഒരു മിസ്റ്റേക്ക് ആണത്. പിന്നെ ചൈൽഡ് വെൽഫെയർ അറിയാലോ, എന്താണ് കുട്ടികളുടെ വെൽഫെയർ. നമ്മൾ ഇതിൽ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ മെയിൻ ആയിട്ട് നോക്കാം. വിഷ്വലി ഇംപേർഷൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഏത് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഹിയറിംഗ് ഇമ്പയർമെന്റിൽ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ, അവരോട് എങ്ങനെയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുക? ആക്ഷൻസും മാം ക്വസ്റ്റ്യൻ ഇങ്ങനെ ആവില്ല മാം, ആക്ഷൻ, ലിപ് റീഡിംഗ് ആൻഡ് ബോത്ത് എ ആൻഡ് ബി. അപ്പൊ നമുക്കത് ബോത്ത് എ ആൻഡ് ബി കൊടുത്ത പോരെ?
അത് മതി കേട്ടോ. ബോത്ത് എ ആൻഡ് ബി ആണെങ്കിൽ ബോത്ത് എ ആൻഡ് ബി കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വേറൊരു രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ത്രൂ ആക്ഷൻ, ത്രൂ ലിപ് റീഡിങ്, ത്രൂ ദ ബോത്ത് ദ കോംബോ ഓഫ് ദീസ് ആൻഡ് ഓൾ ഓഫ് ദ എബോവ്. നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? All of the above അല്ലേ മാം? റീഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഏതാണ്? ഏത് മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് അവർക്ക് ഏറ്റവും പ്രിഫറബിൾ? Special education. ആണോ മോണ്ടിസോറി മെത്തേഡ്? Montessori method മാം, Montessori. ഓക്കെ, മോണ്ടിസോറി മെത്തേഡ് ആണ് അവർക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളതായിട്ട്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വരുന്ന രീതി റീഡ് ചെയ്ത് ആൻസേഴ്സ് ഓപ്ഷൻസ് റീഡ് ചെയ്ത് നല്ല രീതിയിൽ ആൻസർ ചെയ്യാട്ടോ. ടെൻഷൻ ഒന്നും അടിക്കേണ്ട. നമുക്ക് ആ തന്നിരിക്കുന്ന ടൈം ലിമിറ്റിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അധികം ഓവറായിട്ട് ടെൻഷൻ ഒന്നും അടിക്കേണ്ട, സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു നമുക്ക് ഈ ടേം എക്സാം നടത്തുന്നതന്നെ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. കാരണം എക്സാം എന്ന് പറയുമ്പോൾ ഒരു 7 എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനു മുമ്പ് നിങ്ങൾക്കൊരു എന്താ പറയുക ട്രെയിനിങ് പോലെയാണ് ഇത് നമുക്ക് ഈ ഒരു ടേം എക്സാം തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു കേട്ടോ. Okay, ma'am. Thank you. Thank you.